ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള ഉസ്താദുമാരെ, നമ്മളെ മദ്രസ ഇപ്പോൾ ഈ റമദാൻ കഴിഞ്ഞിട്ട് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളെ മദ്രസൻ്റെ സൈറ്റിൽ പുതിയ ഉസ്താദുമാരൊക്കെ വരും. അപ്പോൾ ചിലപ്പോൾ നിലവിലുള്ള ഉസ്താദുമാർ തന്നെ സദറായിട്ട് മാറും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളെ സൈറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണതാണ്, പക്ഷേ നമ്മളിത് ചെയ്യണത് എപ്പോഴും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ഈ ഗ്രൂപ്പിൽ ഏകദേശം 6000 ചില്ലാൻ ഉസ്താദുമാർ ഇപ്പം നിലവിലുണ്ട്. അത്രയും ഉസ്താദുമാർ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോയിട്ടുണ്ട്. ഒരു പോയത് എന്താണെന്ന് ചോദിച്ചാൽ, ഓൽക്ക് അതിനാവശ്യമായ അതിൻ്റെ വിവരങ്ങളൊക്കെ കിട്ടിയപ്പോൾ പിന്നെ ഇനി ഗ്രൂപ്പിൽ നിന്നിട്ട് ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്നിൽക്ക് പോയതേക്കാരം. ഗ്രൂപ്പിൽ നിന്നാൽ ചിലപ്പോൾ വല്ല പിരിവോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെന്തെങ്കിലും 10 രൂപ കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. നമ്മളിപ്പോൾ പിരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉസ്താദന്മാർ, നമ്മളെ ഗ്രൂപ്പിലുള്ള ഉസ്താദന്മാർ വിഷമം പറയുമ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ പറയും. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളെ കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ രോഗം കാരണങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴേ നമ്മൾ ആ വിഷയം പറയാനുള്ളൂ. അല്ലാത്തപ്പോൾ ഒന്നും നമ്മൾ പറയലില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് എല്ലാത്തിനും സ്വയം പര്യാപ്തമാകുക എന്നുള്ളതാണ് നമ്മളെ ഗ്രൂപ്പിൻ്റെ മെയിൻ ലക്ഷ്യം. അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു മദ്രസയിലേക്ക് ഇപ്പോൾ പുതിയ ഉസ്താദ് വന്ന ഉസ്താദിനെ എങ്ങനെയാണ് അതിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഉസ്താദിനെ എങ്ങനെ അതിന് റിമൂവ് ചെയ്യുക, നിലവിലുള്ള ഉസ്താദിനെ സദറാക്കുക എങ്ങനെയാണെന്നുള്ളതാണ്. മദ്രസൻ്റെ സൈറ്റിൽ ബേസിക് ഡീറ്റെയിൽസിൽ മദ്രസൻ്റെ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബേസിക് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാം ഇടത് ഭാഗത്ത്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളെ മദ്രസൻ്റെ പേരും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ അതിൽ ഇവിടെ ചൂസ് ഫയൽ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മദ്രസൻ്റെ ഫോട്ടോ കൊടുക്കുക. അതുപോലെ തന്നെ മദ്രസൻ്റെ അക്കൗണ്ട് നമ്പർ, പിന്നെ IFC കോഡൊക്കെ കൊടുക്കുക. ഗ്രാൻഡൊക്കെ കിട്ടുമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മളെ മദ്രസത്തെ സദർ മുഅല്ലിമിൻ്റെ പേര് കൊടുക്കുക. ഈ സദർ മുഅല്ലിം എന്ന് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ ഇതിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ സംഗതികളും ഇതിൽ പോയിട്ട് നമുക്ക് തിരുത്താൻ കഴിയും. ബേസിക് ഡീറ്റെയിൽസ് പോയിട്ട് അടിയിൽ പോയിട്ട് എല്ലാ തിരുത്തിൻ്റെ ശേഷം ഈ അപ്ഡേറ്റ് ഡാറ്റ എന്നുള്ള ബട്ടൺ എന്ത് ചെയ്താൽ പ്രസ് ചെയ്ത് കൊടുക്കണം, അപ്പോൾ മാറുള്ളൂ. ഇനി നിലവിൽ ഉള്ള ഉസ്താദന്മാരെ തന്നെ സദറായിട്ട് നിയമിക്കപ്പെടുകയാണെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം. നമ്മൾ ഈ മദ്രസൻ്റെ ഇടത് ഭാഗത്ത്, സൈറ്റിൻ്റെ ഇടത് ഭാഗത്ത് മുഅല്ലിം എന്നൊരു ഓപ്ഷൻ കാണും. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഏറ്റവും മുകളിൽ പോയി കഴിഞ്ഞാൽ മാനേജ് മുഅല്ലിം ആൻഡ് സ്റ്റാഫ് എന്ന് കാണും. ഇതിലൊന്ന് പോവുക. ഇതിലൊന്ന് പോയിട്ട് നിലവിൽ നമ്മൾ മദ്രസയിൽ നിന്ന് പോയ ആളുകളെ ഈ ഒരു ചുവന്ന ബട്ടൺ ഞെക്കിയാൽ പോലെ എന്ത് ചെയ്യും, അതിന് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ ഈ ഫോട്ടോ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ, ഇത് MSR ഇല്ലാത്ത ആളുകൾക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫോട്ടോ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. MSR ഉള്ള ആളുകൾക്ക് ഫോട്ടോ കൊടുക്കേണ്ടത് അവരുടെ MSRൻ്റെ സൈറ്റിൽ, അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ യൂട്യൂബ് ചാനലിലുണ്ട്, നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ ഈ ചുവന്ന ബട്ടൺ നോക്കിയാൽ ഇതെന്ന് എന്ത് ചെയ്യും, ആ ഉസ്താദിനെ ഒഴിവാക്കാം. പിന്നെ പുതുതായിട്ടൊരു ഉസ്താദിനെ ആഡ് ചെയ്യുമ്പോൾ നേരെ നമ്മൾ ആഡ് ന്യൂ സ്റ്റാഫ് എന്നുള്ള ഭാഗത്ത് പോവുക. MSRൽ കൊടുത്ത കറക്റ്റ് മൊബൈൽ നമ്പർ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, വെരിഫൈ അടിച്ചു കൊടുക്കുക. അപ്പോൾ വെരിഫൈ അടിച്ചു കൊടുക്കുമ്പോൾ അവിടെ പിന്നെ പെർമനൻ്റ് എന്ന് വരുമ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ സദറാണോ സ്റ്റാഫാണോ എന്ന് ചോദിക്കും, അവിടെ സദർ എന്നും കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ബേസിക് ഡീറ്റെയിൽസ് പോയിട്ട് സദറിൻ്റെ പേര് കൊടുത്താലേക്ക് കയറുള്ളൂ. ടീച്ചറെ പേര് കൊടുത്താൽ എന്ത് ചെയ്യില്ല, അതിലേക്ക് കയറില്ല. ആദ്യം നമ്മൾ നിലവിലുള്ള മുഅല്ലിമുകളിൽ തന്നെ സദറാക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഇവിടെ പോയിട്ട് മുഅല്ലിം എന്നതിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ MSRൽ കൊടുത്ത കറക്റ്റ് മൊബൈൽ നമ്പറാണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് വരും. ഇവിടെ ഒരു സെലക്ട് ഡ്യൂട്ടി എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇതിലൊന്ന് പോയിട്ട് ഇവിടെ സദറാണെങ്കിൽ സദർ എന്ന് കൊടുക്കണം, ടീച്ചർ ആണെങ്കിൽ ടീച്ചർ എന്ന് കൊടുക്കണം. ഇനി അതർ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ മദ്രസയിൽ തന്നെ വേറെ വല്ല പിരിവിനോ അല്ലെങ്കിൽ വല്ല അടിച്ചുവരാനോ ക്ലീനിങ്ങിനോ റിസീവറായിട്ടൊക്കെ ആളുകളുണ്ടാവും. അത് അവരാണ് അതർ എന്നുള്ള പറയുന്ന ഓപ്ഷൻ. അതുപോലെ നമ്മൾ ചേർത്ത ഉസ്താദിൻ്റെ വാട്സപ്പ് നമ്പർ നോക്കുക, ജസ്റ്റ് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ മദ്രസൻ്റെ ബേസിക് ഡീറ്റെയിൽസിൽ പോയിട്ട് പിന്നെയാണ് സദറിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ കൊടുക്കണം. അതല്ലാതെ നമ്മളിവിടെ സദറിൻ്റെ നമ്പറും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ അത് കയറില്ല. അവിടെ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടേക്ക് കയറുള്ളൂ. അപ്പോൾ ഈ കാര്യം എല്ലാവരും മനസ്സിലാക്കുക. അതുപോലെ തന്നെ MSR ഉള്ള ആളുകളാണ് MSRൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ തന്നെ ഫോട്ടോ കൊടുക്കാൻ കഴിയും. MSR ഇല്ലാത്ത ആളുകൾക്ക് നേരെ നമുക്ക് എന്ത് ചെയ്യുക, MSR ഇല്ലാത്ത മുഅല്ലിമീങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, മദ്രസൻ്റെ സൈറ്റിൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പോയിട്ട് ഈ പിന്നെ കണ്ടില്ലേ, ഇവിടെ ഈ ഫോട്ടോ ഒരു ക്യാമറൻ്റെ ചിഹ്നം ഇവിടെ പോയാൽ നമുക്ക് ഫോട്ടോ കൊടുക്കാൻ കഴിയും.
ഇത് MSRൻ്റെ സൈറ്റിൽ. ഇനി നമുക്ക് SKJMCCക്കും ഇതുപോലെ ഒരു സൈറ്റ് ഉണ്ട്. അതിൽ നമ്മൾ ഫോട്ടോ കൊടുക്കുന്ന റേഞ്ച് സെക്രട്ടറിക്ക് മാത്രമേ അത് കഴിയുള്ളൂ. അതിൽ ഫോട്ടോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റേഞ്ച് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് നമ്മളെ ഫോട്ടോ അയച്ചു കൊടുത്താൽ അദ്ദേഹത്തിന് നമ്മളെ ഫോട്ടോയിൽ ചേർക്കാൻ കഴിയും. അപ്പോൾ ഇത്തരം അറിവുകളൊക്കെ നമുക്ക് ഇത് അറിയാത്ത ഒരുപാട് പാവപ്പെട്ട മുഅല്ലിമീങ്ങളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ തന്നെയാണ് നമ്മളെ പിന്നെ ബാങ്ക് അക്കൗണ്ടൊക്കെ നമ്മളെ MSRൻ്റെ സൈറ്റിൽ കയറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളെ MSRൻ്റെ സൈറ്റിൽ കയറ്റാൻ കഴിയില്ല. അത് മദ്രസൻ്റെ സൈറ്റ് മുഖേനയാണ് ബാങ്ക് അക്കൗണ്ട്. ഇവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് എന്നിട്ടൊരു ഓപ്ഷൻ വരും. അത് പൊതുപരീക്ഷയ്ക്ക് പിന്നെ രജിസ്റ്റർ ചെയ്ത ആളുകളത് അതിൻ്റെ ടൈം കഴിഞ്ഞാലേ ആ ഓപ്ഷൻ ഇവിടെ വരുള്ളൂ. ഇപ്പോൾ പൊതുപരീക്ഷനൊക്കെ രജിസ്റ്റർ ചെയ്ത് പൈസ അയക്കുന്ന ടൈമൊക്കെ ആണല്ലോ, സൂപ്പർവൈസർമാരായിട്ടൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഓപ്ഷൻ ഇവിടുന്ന് നിലവിൽ എടുത്ത് കളഞ്ഞിട്ടുള്ളത്. അത് കുറച്ച് കഴിഞ്ഞാൽ മദ്രസ തുറക്കുന്ന സമയത്തേക്ക് അത് വരും. അപ്പോൾ ബാങ്ക് അക്കൗണ്ടും കൊടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്താണ് കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മുഅല്ലിം എന്നില്ല അതിൽ പോയിട്ട് തന്നെയാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഇതിൻ്റെ മുമ്പ് ഞാൻ വേറെ വീഡിയോ ഇട്ടുണ്ട്. പിന്നെ മുഅല്ലിം എന്നതിൽ പോയിട്ടാണ് നമ്മൾ MSRലെ ഒരു ഉസ്താദിൻ്റെ എന്തുണ്ട് ക്ലിയർ ചെയ്യേണ്ടത്. ഇവിടെയൊക്കെ ഇപ്പോൾ കൊടുത്താൽ മദ്രസക്ക് ആ ഉസ്താദ് കയറുന്നുള്ളൂ, പക്ഷേ അയാൾ MSRൽ വരില്ല. MSR വരണമെങ്കിൽ മാനേജ് MSR സർവീസ് എന്ന് പറയപ്പെടുന്ന ഓപ്ഷനിൽ പോയിട്ട് ഏറ്റവും മുകളിൽ MSR നമ്പർ, ആധാർ കാർഡ് നമ്പർ അടിച്ചു കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി എല്ലാം അവിടെ ഫില്ലപ്പ് ആവും. പിന്നെ ഇവിടെ സാലറി എത്രയെന്ന് കൊടുക്കുക, ഇവിടെ പെർമനൻ്റ് എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കത്തുണ്ടാവും ഇവിടെ അപ്ലോഡ് ചെയ്യാൻ. ആ കത്ത് ഏതാണെന്ന് അറിയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ഹെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഇതിൽ പോയാൽ ആ കത്ത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത് പ്രിൻ്റ് എടുത്തിട്ട് പൂരിപ്പിച്ചിട്ട് ഈ കത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ മദ്രസയിൽ നിന്ന് ചേർന്ന തീയതി, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മദ്രസയിൽ 2 വർഷം മുമ്പ് ചേർന്നിട്ടുണ്ടെങ്കിലും നമ്മളിവിടെ ജോയിൻ ഡേറ്റ് എന്ന് കൊടുക്കുമ്പോൾ 3 മാസത്തിൻ്റെ മുമ്പുള്ള ഡേറ്റാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ പേപ്പറിൽ ഡേറ്റ് എന്നോ ആയിക്കോട്ടെ, 2 കൊല്ലം മുമ്പ് ചേർന്നതാണെങ്കിലും അതിൽ ആ ഡേറ്റ് കൊടുക്കുക. പക്ഷേ ഇവിടെ നമ്മൾ ഡേറ്റ് കൊടുക്കുമ്പോൾ ഒരു മദ്രസയിൽ നിന്ന് 3 മാസത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, അത് ക്ലിയർ ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ആ പിന്നെ സർവീസ് ആ ഒരു വർഷത്തെ സർവീസ് പൂർണ്ണമായിട്ടും കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അത്രയും സർവീസ് എന്ത് ചെയ്യും, നമ്മൾ നഷ്ടപ്പെടും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരം അറിവുകളൊക്കെ നമുക്ക് ഇത് അറിയാത്ത ഒരുപാട് പാവപ്പെട്ട മുഅല്ലിമീങ്ങളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.